കെയ്ൻ വലാസ്കസ് ഒരൊറ്റ റൗണ്ടിൽ ഫൈറ്റ് തീരാറുള്ള ഹെവി വെയിറ്റ് ഡിവിഷനിലേക്ക് ഒരു മിഡിൽ വെയിറ്റിന്റെ മൂവ്മെന്റുകളും ലൈറ്റ് വെയിറ്റിന്റെ കാർഡിയോയും ഒരു സ്ട്രീറ്റ് ഫൈറ്ററുടെ ആക്രമണ സ്വഭാവവുമായി ഖബീബും ഡിസിയും ലൂക്ക് റോക്കോൾഡും ഒക്കെ വന്ന ജാവിയർ മെൻഡസ് എന്ന ലെജൻഡറി പരിശീലകന്റെ അമേരിക്കൻ കിക്ക് ബോക്സിംഗ് അക്കാദമിയിൽ നിന്നും വന്ന കെയ്ൻ വലാസ്കസ് പരിക്കില്ലാതെ തുടർന്നിരുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ഹെവി വെയിറ്റ് ആരെന്ന് ഒരിക്കലും ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ലായിരുന്നു. കാരണം പരിക്കില്ലാതിരുന്ന വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ MMA ലോകത്ത് അയാൾ നേടിയതൊക്കെ അത്രത്തോളം വലുതായിരുന്നു. 1982 ജൂലൈ 28 അമേരിക്കയിലെ ഒരു മെക്സിക്കൻ കുടിയേറ്റക്കാരനായ എഫ്രൈൻ വലാസ്കസിന്റെ മൂന്നാമത്തെ മകനായി ജനിച്ച കെയ്ൻ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കൻ ഫുട്ബോളിലും റെസ്ലിംഗിലും മികവ് പുലർത്തുകയും ഹൈസ്കൂൾ ലെവലിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. പിന്നീട് കോളേജിലും യൂണിവേഴ്സിറ്റിയിലും റെസ്ലിംഗ് തുടർന്ന കെയ്ൻ അവിടെയും തന്റെ വിജയങ്ങൾ തുടർന്നു. ബ്രൂസ് ലീയുടെയും ജീൻ വാൻഡമിന്റെയും കടുത്ത ആരാധകനായിരുന്ന അയാൾ കോളേജിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ തന്റെ ഭാവി MMA-യിലാണെന്ന് മനസ്സിലാക്കി അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ജാവിയർ മെൻഡസിന്റെ ശിക്ഷണത്തിൽ പരിശീലനം ആരംഭിച്ച കെയ്ൻ 2006 തന്നെ തന്റെ പ്രൊഫഷണൽ MMA അരങ്ങേറ്റം കുറിച്ചു. അതും ആദ്യ റൗണ്ടിൽ നോക്കൌട്ട് വിജയത്തോടെ തന്നെ. രണ്ടാമത്തെ ഫൈറ്റും അങ്ങനെ തന്നെ അവസാനിപ്പിച്ച കെയ്ൻ 2008 UFC-യിൽ ജോയിൻ ചെയ്തു. ഇതിനിടയിൽ ഖബീബുമായും DCയുമായും ലൂക്കുമായും ഒക്കെ നല്ല സൗഹൃദമുണ്ടാക്കിയ കെയ്ൻ തന്റെ റെസ്ലിംഗും ഫൈറ്റ് അപ്രോച്ചും ഒക്കെ മാറ്റി. ഹെവി വെയിറ്റ് ആയിരുന്ന DC കെയ്നു വേണ്ടി UFC-യിൽ ജോയിൻ ചെയ്തതു മുതൽ കെയ്ൻ പോകുന്നതുവരെ ലൈറ്റ് ഹെവി വെയിറ്റ് ഡിവിഷനിൽ മാത്രമാണ് മത്സരിച്ചിരുന്നതെന്ന് അവരുടെ സൗഹൃദത്തിന്റെ ആഴം കാണിക്കുന്നു. UFC-യിലെ തന്റെ ആദ്യത്തെ 2 മത്സരങ്ങളിലെയും എതിരാളികളെ ആദ്യ റൗണ്ടിൽ തന്നെ നോക്കൌട്ട് ചെയ്തപ്പോൾ മൂന്നാം മത്സരത്തിൽ സെക്കൻഡ് റൗണ്ട് നോക്കൌട്ട് കെയ്നെ നോക്കൌട്ട് ഓഫ് ദി നൈറ്റ് അവാർഡിന് അർഹനാക്കി. പിന്നീട് ബെൻ റോത്ത്വെലിനെയും അന്റോണിയോ നെഗുവേരയും തോൽപ്പിച്ച് ബ്രോക്ക് ലെസ്നറുമായി ടൈറ്റിൽ ഫൈറ്റിന് അർഹത നേടിയ അയാളുടെ UFC-യിലെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു. ഒക്ടഗണിൽ മത്സരം ആരംഭിക്കുന്നതിനുള്ള റിങ് മുഴങ്ങുമ്പോൾ തന്നെ അയാൾ എതിരാളികൾക്കെതിരെ ഇരച്ചു കയറി വന്നുകൊണ്ട് ചെലുത്തുന്ന പ്രഷർ ആർക്കും ഒരിക്കലും പിടിച്ചു നിൽക്കാനാകുന്നതായിരുന്നില്ല. ആ പ്രഷറിൽ ഒരു നിമിഷം പേടിച്ചു നിൽക്കുന്ന എതിരാളിയെ തന്റെ റെസ്ലിംഗ് കരുത്തുകൊണ്ട് അതിവേഗം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരികയും ഗ്രൗണ്ട് ആൻഡ് പൗണ്ട് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുകയുമായിരുന്നു അയാളുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ. സാധാരണ ഹെവി വെയിറ്റ് ഫൈറ്റേഴ്സ് ഒരു റൗണ്ട് കഴിഞ്ഞു ക്ഷീണിക്കുമ്പോൾ കെയ്ൻ എത്ര നേരം വേണമെങ്കിലും ഒരേ എനർജിയിൽ ഫൈറ്റ് ചെയ്യുമെന്നത് അയാളെ വ്യത്യസ്തനാക്കുക മാത്രമല്ല അജയ്യനാക്കി മാറ്റുകയും ചെയ്തു. 2010 ഒക്ടോബർ 23 UFC 121 ബ്രോക്ക് ലെസ്നറുമായുള്ള മത്സരം തുടങ്ങുമ്പോൾ ആരും കരുതി കാണില്ല അത് ഇത്ര വേഗം അവസാനിക്കുമെന്ന്. കെയ്ന്റെ വേഗതയ്ക്കും പ്രഷറിനും മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒന്നാം റൗണ്ടിന്റെ 4-ാം മിനിറ്റിൽ ബ്രോക്ക് തോൽക്കുമ്പോൾ കെയ്ൻ UFC ചാമ്പ്യനായി മാറിയിരുന്നു. ആഭ്യന്തര പ്രശ്നങ്ങളും കെടുതികളും കാരണം അമേരിക്കയിലേക്ക് കുടിയേറിയ ആ മെക്സിക്കൻ കുടുംബത്തിൽ നിന്നും ഒരു UFC ചാമ്പ്യൻ. ഈ ഫൈറ്റിനിടെ കെയ്ന്റെ വലതു തോളിൽ പരിക്ക് സംഭവിക്കുകയും സർജറി നടത്തേണ്ടി വരികയും ചെയ്തു. ആ പരിക്ക് അയാളുടെ UFC-യിലെ ആദ്യ തോൽവിക്ക് പോലും കാരണമായി എന്ന് പറയാം. ജൂനിയർ ഡോസ് സാന്റോസിനെതിരെ 2011 നവംബർ 10 നടന്ന മത്സരത്തിന് ഒരാഴ്ച മുമ്പ് വലതു തോളിലെ പരിക്ക് വീണ്ടും വരികയും അതിന്റെ വേദന സഹിച്ചുകൊണ്ട് കെയ്ൻ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒന്നാം റൗണ്ടിലെ ആദ്യ മിനിറ്റിൽ തന്നെ ഡോസ് സാന്റോസിനോട് നോക്കൌട്ട് തോൽവി വഴങ്ങേണ്ടി വരികയും ആദ്യ ഡിഫൻസിൽ തന്നെ ബെൽറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ UFC 146 തന്റെ പരിക്കുകളെല്ലാം ഭേദമാക്കി ഒക്ടഗണിലേക്ക് എത്തിയ കെയ്ൻ ബിഗ് ഫുട്ട് സിൽവയ്ക്കെതിരെ മത്സരിക്കുകയും അയാളെ ആ ഫൈറ്റിൽ തകർക്കുകയും ചെയ്തു. ഈ ഫൈറ്റിൽ ബിഗ് ഫുട്ടിനെ കെയ്ൻ ടേക്ക് ഡൗൺ ചെയ്തതും ഗ്രൗണ്ട് ഡൗൺ പൗണ്ടും ഇപ്പോഴും ആരും മറന്നു കാണില്ല. കെയ്ൻ ഇടികൊണ്ട് ചോരയിൽ കുളിച്ചു നിന്ന ബിഗ് ഫുട്ട് സിൽവയെ കണ്ടാൽ മനസ്സിലാകും കെയ്ൻ എത്രത്തോളം അപകടകാരിയായിരുന്നുവെന്ന്. ഈ ഫൈറ്റ് തീർന്നപ്പോൾ തന്നെ ഡാന വൈറ്റ് കെയ്ൻ വേഴ്സസ് ഡോസ് സാന്റോസ് റീമാച്ചിനെ പറ്റി ആലോചിക്കുകയും ഡിസംബർ 22, 2012 UFC 155 മെയിൻ ഇവന്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്റെ ആദ്യ മത്സരത്തിൽ പരിക്ക് കാരണം മുൻപോട്ട് വന്ന് ഫൈറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ് തോൽവിക്ക് കാരണമെന്ന് മനസ്സിലാക്കിയ കെയ്ൻ റീമാച്ച് ആരംഭിച്ചപ്പോൾ ആദ്യ നിമിഷം മുതൽ തന്നെ ആക്രമണം അഴിച്ചുവിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യ നിമിഷം മുതൽ തന്നെ കെയ്ൻ ഡോസ് സാന്റോസിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. തുടരെയുള്ള ടേക്ക് ഡൗണുകളും പഞ്ചുകളും ഡോസ് സാന്റോസിനെ വേഗം തളർത്തിക്കളഞ്ഞു. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ മത്സരത്തിൽ നിന്നും മാഞ്ഞുപോയിരുന്നു. 5 റൗണ്ടുകളിൽ ഒക്ടഗണിലെ എല്ലാ മൂലയിലും കെയ്ൻ ഡോസ് സാന്റോസിനെ കൊണ്ടു നടന്ന് ആക്രമിച്ചു. 5 റൗണ്ട് അത്രയും ടേക്ക് ഡൗണുകളും പഞ്ചുകളും ഏറ്റുവാങ്ങി ഡോസ് സാന്റോസ് നക്കൌട്ട് ആകാത്തത് മാത്രമായിരുന്നു അത്ഭുതമായി തോന്നിയത്. കെയ്ൻ 5 റൗണ്ടുകൾക്ക് ശേഷവും തനിക്ക് ഇനിയും ഒരു ഫൈറ്റിനുള്ള എനർജി ബാക്കിയുണ്ടെന്ന രീതിയിൽ ഡിസിഷൻ വിജയത്തോടെ തന്റെ നഷ്ടപ്പെട്ട ബെൽറ്റ് തിരികെ വാങ്ങി. അടുത്ത മാച്ചിൽ ബിഗ് ഫുട്ട് സിൽവയെ പിന്നെയും തോൽപ്പിച്ച കെയ്ൻ UFC 166 ഡോസ് സാന്റോസിനെതിരെ പിന്നെയും ഫൈറ്റ് ചെയ്യുകയും 5-ാം റൗണ്ടിൽ നോക്കൌട്ട് ചെയ്ത് വിജയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് കെയ്ൻ വലാസ്കസ് എന്ന അജയ്യന്റെ ഫൈറ്റിംഗ് ലൈഫിൽ താളപ്പിഴവുകൾ ആരംഭിക്കുകയായിരുന്നു. ഇതിനൊക്കെ കാരണം അയാൾക്ക് നേരിടേണ്ടി വന്ന പരിക്കുകളായിരുന്നു. ഏപ്രിൽ 29, 2014 ഫബ്രീഷ്യോ വെർഡോവുമായി ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് തീരുമാനിച്ചുവെങ്കിലും പരിക്കുമൂലം പിന്മാറേണ്ടി വന്നു. പകരം വേർഡും വേഴ്സസ് മാർക്കൺ ഫൈറ്റ് നടത്തുകയും അതിൽ വേർഡും ജയിക്കുകയും ഇന്ററിം ഹെവി
ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആവുകയും ചെയ്തു. ഇതിനുശേഷം 2015 ജൂൺ 13 UFC 188 കെയ്ൻ വലാസ്കസും ഫബ്രീഷ്യോ വുഡും തമ്മിലുള്ള മത്സരം മെക്സിക്കോ സിറ്റിയിൽ വെച്ച് നടത്താൻ UFC തീരുമാനിച്ചു. 7300 അടി മുകളിലുള്ള സ്ഥലത്ത് ഫൈറ്റ് ചെയ്യുന്നതിന് പ്രിപ്പയർ ചെയ്യുവാൻ കെയ്ന് ഒരാഴ്ച മാത്രമാണ് സാധിച്ചത്. പരിക്കിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും പരിശീലനക്കുറവും കെയ്ന്റെ പ്രകടനത്തെ ബാധിച്ചു എന്ന് പറയാം. മൂന്നാം റൗണ്ടിലെ 2ാം മിനിറ്റിൽ കെയ്നെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് വുഡും UFC ഹെവി വെയ്റ്റ് ചാമ്പ്യനായി മാറി. ഇതിനൊപ്പം അയാളെ സ്ഥിരമായി ഓരോരോ പരിക്കുകൾ അലട്ടിക്കൊണ്ടേയിരുന്നു. 2014 പരിക്കുമൂലം ഫബ്രീഷ്യോ വേർഡുമായുള്ള റീമാച്ചിൽ നിന്നും കെയ്ൻ പിന്മാറുകയും പിന്നീട് ട്രാവിസ് ബ്രൗണിനെ നേരിട്ട് വിജയിക്കുകയും ചെയ്തു. ഡിസംബർ 30, 2016 UFC 207 പിന്നെയും കെയ്ൻ vs വേർഡും മത്സരം നടത്തുവാൻ തീരുമാനിച്ചുവെങ്കിലും പരിക്കുമൂലം ഫിറ്റല്ല എന്ന കാരണത്താൽ അയാളെ ഫൈറ്റിൽ നിന്നും അത്ലറ്റിക് കമ്മീഷൻ വിലക്കി. 3 വർഷമാണ് പിന്നീട് അയാൾ ഫൈറ്റ് ചെയ്യാതിരുന്നത്. 2019 4 ഫൈറ്റ് കോൺട്രാക്റ്റുമായി UFCയിലേക്ക് തിരികെ എത്തിയ കെയ്ൻ ആദ്യത്തെ ഫൈറ്റ് ഫ്രാൻസിസ് എങ്കാനുവിനെതിരെയായിരുന്നു. ആദ്യത്തെ റൗണ്ടിലെ 30 സെക്കൻഡിൽ തന്നെ എങ്കാനുവിനോട് തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് അയാൾ തന്റെ MMA ജീവിതം തന്നെ അവസാനിപ്പിച്ചു. എന്നാൽ അതേ വർഷം തന്നെ WWEയിൽ ജോയിൻ ചെയ്ത കെയ്ൻ കുറച്ചു കാലം സ്ഥിരമായി പ്രൊഫഷണൽ റെസ്ലിംഗ് റിംഗിൽ മത്സരിച്ചുവെങ്കിലും കൊറോണ കാരണം ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി WWE അയാളെ റിലീസ് ചെയ്തു. കെയ്ന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം ഉണ്ടാകുന്നത് 2022 തന്റെ മകനെ ഉപദ്രവിച്ചയാളെ കൊല്ലുവാൻ ശ്രമിക്കുകയും അയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ആ പ്രശ്നത്തിന്റെ പേരിൽ അറസ്റ്റിലായ കെയ്ൻ ഇപ്പോൾ 5 വർഷത്തെ തടവിന് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. കെയ്ന്റെ മോചനത്തിനായി പലതരം ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഒന്നും തന്നെ വിജയം കണ്ടില്ല. 2013 മുതൽ 19 വരെ അയാൾ വെറും 3 മത്സരങ്ങൾ മാത്രമാണ് ഫൈറ്റ് ചെയ്തതെന്നത് അറിയുമ്പോൾ മനസ്സിലാകും എതിരാളികൾക്ക് തകർക്കാനാവാത്ത അയാളെ ഇഞ്ചുറി എത്രത്തോളം തകർത്തുവെന്ന്. കുറച്ചുകാലം കൂടി ആരോഗ്യത്തോടെ ഫൈറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അയാൾ MMA ലോകത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചേനെ.